ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇത് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ബ്രിഞ്ചാൽ കറിയുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. ഇതിനു വേണ്ടി അപ്പോൾ എന്താ ചെയ്തതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രിഞ്ചാൽ പീസസ് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഓയിലും കരിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു 15-20 മിനിറ്റോളം വെച്ചിരുന്നു. എന്നിട്ട് നമ്മുടെ കടായിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ എടുത്തിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമുള്ള തൈര്, പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ തൈര് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം, സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനാണ്. ഇനി ഫ്രൈ ചെയ്ത ബ്രിഞ്ചാൽ പീസസ് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും കരിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി മുളക് പൊടി ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി ബാക്കി. ഇനി നമ്മൾ അത് കേർഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രിഞ്ചാൽ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്ത് എളുപ്പത്തിലാണല്ലേ കറി കഴിഞ്ഞത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.